ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പോഷകഗുണങ്ങളുള്ള ഒരു ഫുഡാണ് സോയ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും ഇഷ്ടമാകണമെന്നില്ല അല്ലേ? എനിക്കിഷ്ടമല്ല കേട്ടോ. പക്ഷേ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഇത് വാങ്ങിക്കാറുണ്ട്. അപ്പം എനിക്കും കൂടി കഴിക്കാൻ വേണ്ടി ഞാൻ ഇതുകൊണ്ട് ഒരു ദിവസം ഒരു തോരൻ ഉണ്ടാക്കി. അപ്പോൾ അതെനിക്കിഷ്ടമായി. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് സോയ നല്ല തിളച്ച വെള്ളത്തിലിട്ട് 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം അത് പിഴിഞ്ഞെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. ഇങ്ങനെ ഒരുപാടങ്ങ് പൊടിയണ്ട, ഒന്ന് ക്രഷ് ചെയ്താൽ മതി. പിന്നെ ഇതിന് വേണ്ട അരപ്പ് 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സ്പൂൺ ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഈ എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞത്, 1 സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ താളിക്കാൻ വേണ്ടി കടുക്, വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ തേങ്ങയൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ തോരൻ്റെയൊക്കെ ഒരു പാകത്തിന്. അത് നമുക്ക് പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണമെന്നൊന്നുമില്ല, വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും, അത്ര. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും. സവാള അങ്ങനെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ പച്ച ചുവയൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇനി നമുക്കൊരു 2-3 സ്പൂൺ വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കറിവേപ്പിലയൊക്കെ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായിന്ന് തുറന്നു നോക്കാം. അങ്ങനെ സോയാ ചങ്ക്സ് തോരനോ ഉലർത്തെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം, റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് ഇത്രയും മതി, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സോയാ ചങ്ക്സ് ഉലർത്ത് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സോയാ ചങ്ക്സ് തോരൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ ബൈ.